എല്ലാവർക്കും നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് മഷ്റൂം ക്യാപ്സിക്കം പെപ്പർ മസാല തയ്യാറാക്കിയാലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഇനി എണ്ണ ചൂടാവുന്ന സമയത്ത് ഇതിലേക്ക് 2 ബേ ലീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഹോൾ സ്പൈസസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു മീഡിയം സൈസിലുള്ള ഒരു കഷ്ണം കറുകപ്പട്ട ഒന്ന് മുറിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുമ്പോൾ അളവ് കൂടി പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 3 ഏലക്കായാണ്, അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ഒരു 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ എണ്ണയിലേക്ക് ഹോൾ സ്പൈസസിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം നന്നായിട്ട് തന്നെ ഇറങ്ങി വരും. അപ്പോൾ ഈ ഒരു കറി കൂടുതൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറും. ഒരുപാട് സമയം ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ തന്നെ മതിയാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 വലിയ സവോള മുറിച്ചത്, അതായത് നീളത്തിൽ കനം കുറച്ച് മുറിച്ചതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അങ്ങനെ മുറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം സവോള ഉണ്ടായിരിക്കണം, അപ്പോഴായിരിക്കും ഗ്രേവി കുറച്ച് തിക്കായിട്ട് വരിക. അപ്പോൾ പകുതി സവോളയും പകുതി ചെറിയുള്ളിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആദ്യം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ. സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്താണ് ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാനിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂൺ നിറയെയാണ് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതായത് 1 ടേബിൾ സ്പൂൺ നിറയെ ഒരു അളവ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് വഴറ്റിയെടുക്കുന്ന സമയത്ത് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഈ കറിക്ക് നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. പെപ്പർ മഷ്റൂം ആണല്ലോ നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കുരുമുളക് പൊടി തന്നെയാണ്. പ്രത്യേകിച്ച് പെപ്പർ ഫ്ലേവറൊക്കെ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു കറി ഇഷ്ടപ്പെടുന്നുണ്ടോ. ഇനി ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്ന സമയത്താണ് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇതിപ്പോൾ ആവശ്യത്തിനൊന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില 2-3 തണ്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമുളക് കൂടി ഇതിൻ്റെ കൂടെ നമുക്ക് ചേർക്കാം. അപ്പോൾ മെയിനായിട്ടുള്ളൊരു ഫ്ലേവർ, അതായത് കുരുമുളകാണല്ലോ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് 1 പച്ചമുളകാണ് ഞാൻ ചേർത്ത് കൊടുക്കണുള്ളൂ. ഒരുപാട് സ്പൈസി ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാട്ടോ. ഇതിപ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ളൊരു രീതിയിൽ തന്നെയാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതായത് ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോള നന്നായിട്ട് വഴന്ന് വരുമ്പോൾ തന്നെയായിരിക്കും ഈ ഒരു കറി നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ മാറുക കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ആവശ്യത്തിന് തന്നെ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒരുപാട് അളവിൽ വേണ്ട, ഞാനൊരു 3/4 ടീസ്പൂൺ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ഞാനൊരു 3 ടീസ്പൂൺ അളവിലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്, അതായത് 1 ടേബിൾ സ്പൂൺ അളവിൽ. ഇനി കുറച്ചും കൂടിയും കുരുമുളക് പൊടി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 3 ടീസ്പൂൺ അളവിൽ, അതായത് 1 ടേബിൾ സ്പൂൺ അളവിലാണ് കുരുമുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെ പച്ചമണം നന്നായിട്ട് തന്നെ മാറി വരണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ പച്ചമണം ആവശ്യത്തിന് തന്നെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി മുറിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു നല്ല പഴുത്ത വലിയ തക്കാളി മുറിച്ചതാണ് ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആവശ്യത്തിന് തന്നെയുള്ളൊരു പുളി ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ തക്കാളി നമുക്ക് നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം, അപ്പോഴായിരിക്കും നന്നായിട്ട് തന്നെ വരിക. തക്കാളി മുറിച്ചത് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായിട്ട് മാഷായിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ച മഷ്റൂം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് 400 ഗ്രാം മഷ്റൂം, അതായത് ബട്ടൺ മഷ്റൂമാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏത് വെറൈറ്റി മഷ്റൂം ആണെങ്കിലും നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ ഒരു സമയത്ത്. അപ്പോൾ ആദ്യം ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട, അവസാനം നമുക്ക് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാമല്ലോ. പിന്നീട് കൂടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എല്ലാം കൂടി നന്നായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ മഷ്റൂം കുക്കായിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കണ്ടില്ലേ വെള്ളം പുറത്തോട്ട് വരുന്നുണ്ട്. ഈ ഒരു വെള്ളം മതിയാവും ഇത് കറക്റ്റായിട്ട് കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ മഷ്റൂം ഡ്രൈയോ അല്ലെങ്കിൽ ഒരു സെമി ഗ്രേവിയൊക്കെ തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് അത്രയ്ക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ റെഡ് കളറിലുള്ള ക്യാപ്സിക്കം മുറിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏത് കളർ ക്യാപ്സിക്കം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും ഈ ഒരു കറിക്ക്.
അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ക്യാപ്സിക്കം ഒന്നും കുക്കായിട്ട് വരാൻ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ ഇത്. അതുപോലെ മഷ്റൂമും ഒരുപാട് സമയമൊന്നും എടുക്കില്ല കുക്കായിട്ട് വരണമെന്നുണ്ടെങ്കിൽ, വളരെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ ആവശ്യത്തിന് ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അതായത് നമുക്ക് ഗ്രേവി എത്ര വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഡ്രൈ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അതായത് ചെറിയൊരു ഗ്രേവി ഇതിൽ തന്നെയുണ്ട്. ഞാനിപ്പോൾ ഒന്നും കൂടി ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്, അതായത് ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ ആ ഒരു രീതിയിൽ. ഇനി ഇതിലേക്ക് ഗരം മസാല പൊടിച്ചത് 1 ടീസ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഗരം മസാല ആണെങ്കിൽ ഇത്രയ്ക്ക് വേണ്ട കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ചോ ഒന്ന് കുറുകിയൊന്ന് വന്നോട്ടെ. ആ ഒരു സ്റ്റേജിൽ വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി എന്ന് പറയുമ്പോൾ ഉലുവയുടെ ഉണങ്ങിയ ഇലയാണ്. അപ്പോൾ ഉലുവയുടെ ഉണങ്ങിയ ഇല തവയിൽ വെച്ചൊന്ന് ചൂടാക്കിയെടുക്കുക. അപ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് മാറും. അതിനുശേഷം ഈ ഒരു രീതിയിൽ കയ്യിൽ വെച്ചിട്ടൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കുന്നുണ്ടോ ഇതിന്. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു രീതിയിൽ. അപ്പോൾ ഇതൊക്കെ അവസാനത്തെ ആ ഒരു സ്റ്റേജിൽ മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഉപ്പ് കുറവാണ്, അപ്പോൾ കുറച്ചും കൂടിയും ഉപ്പ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇനി മല്ലിയില മുറിച്ച് തന്നെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ മല്ലിയില താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം, നല്ലൊരു ഫ്ലേവർ തന്നെ ഇത് കൊടുക്കണ്ട. അപ്പോൾ കുറച്ച് മല്ലിയില നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിയില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മഷ്റൂം ക്യാപ്സിക്കം പെപ്പർ മസാല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത്. സ്പൈസി ആയിട്ടുള്ള ഡിഷസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ വെജിറ്റേറിയൻസിനൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടും മഷ്റൂം എന്നൊക്കെ പറയുമ്പോൾ. നോൺ വെജിറ്റേറിയൻസിനും കഴിക്കാം കേട്ടോ. കണ്ടില്ലേ, ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ മഷ്റൂം ഉപയോഗിച്ചിട്ടുള്ള ഒരുപാട് വെറൈറ്റി റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്, കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ മഷ്റൂം പെപ്പർ മസാല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. മഷ്റൂം ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയായിരിക്കും ഇതെന്ന് പറയുന്നത്. അപ്പൊ അടിപൊളി റെസിപ്പി നമുക്ക് വേണ്ടിക്കാം.